ശരിക്കും പോകേണ്ടത് അതിന്റെ മുകളിലേക്കാണ്. പക്ഷെ ഇവർക്ക് രണ്ടാക്കും നടക്കാൻ വയ്യ. നോക്കാം അതിന്റെ മുകളിലേക്ക്. നമുക്ക് ഇവിടെ കുറെ ഏരുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ നടക്കാൻ ആരാ നല്ല കാര്യമാണ്. അല്ല ഇനി മുകളിലേക്ക് പോകണ്ട. കിടിയന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കണ്ട ഉണ്ടാവും കേട്ടോ. കാരണം വെള്ളമായിട്ടേ മുകളിൽ കയറില്ല. എന്നാല് കാണില്ല. പുതിയ റോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പൊ ഇന്ന് നമ്മള് ചെറിയ ട്രിപ്പ് പോകാല്ലേ, കക്കാടംപൊയില്. അതെ, നമ്മുടെ നാട്ടിൽ തന്നെയാണ് കക്കാടംപൊയില്. അപ്പൊ നല്ല മഴയ്ക്കാണ്, ഇന്നലെ റെഡ് അലേർട്ടൊക്കെ ഇനിയും. അപ്പൊ എന്തായാലും പോയി നോക്കാം എന്താന്ന്, കോടൊക്കെ കിട്ടാൻ ജോലി വരുമ്പോ. അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടെ കക്കാടംപൊയിലേ പോവാണ്. ഇപ്പൊ ഞങ്ങൾ നമ്മൾ എവിടെയുള്ളത്? ഇപ്പൊ IIM-നുള്ളിൽ. നിങ്ങൾ എത്ര പേര് IIM-നുള്ളിൽ കണ്ടിട്ടുണ്ട്? ഞങ്ങളിപ്പോ IIM-നുള്ളിലുണ്ട്, കോഴിക്കോട് IIM-നുള്ളിൽ. ഇതിവിടെ ഓരോ ഇതായിട്ട് വരിക. ഇത് ഭാഗം വിവേകാനന്ദ പറഞ്ഞ ഭാഗമാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ കോമ്പൗണ്ടിനും ഓരോ പേരുണ്ടല്ലോ അവിടെ. നമ്മുടെ വയനാട് ചുരം കയറുന്ന പോലെ ഈ IIM-നുള്ളിൽ. ഞങ്ങളിപ്പോ അതിന്റെ ടോപ്പിലുള്ളത്. ഇവിടെ നമ്മളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ശരിക്കും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വന്ന് കാണാം നമ്മളെ കോഴിക്കോടിനുള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് കണ്ട ശരിക്കും നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ ഇറങ്ങുന്ന വരാം കേട്ടോ. രാവിലെ വരുന്നവരെ ഫുള്ള് കോടയിൽ മൂടി വരുന്ന ടൈമുണ്ട്. ഇപ്പൊ ഇവിടെ ദൂരെ നമുക്ക് നോക്കി കാണാം. മെഡിക്കൽ കോളേജ് ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്ന കേട്ടോ, ദൂരോടായിട്ട് സ്ഥലങ്ങളൊക്കെ. ഇങ്ങനെ ചുരമാരി ഇങ്ങനെ കയറി വന്നപ്പോ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകാണ്ടോ. IIM-ന്റെ ബസ്സൊക്കെ തരുന്ന സ്റ്റാഫിന്റെ ബസ് വന്നത്. 4 കുളം ഉണ്ട് അതിനുള്ളിൽ, അറിയോ? ഒരു കുളം അത്. ഇതിപ്പോ നമ്മൾ ഏറ്റവും താഴെ എത്തിക്കുന്നത്. ഒരു കുളം വരുന്നുണ്ട് ഇവിടെ. അതേമാതിരി അവിടെ ഒരു ഗ്രൗണ്ട്, വലിയൊരു ഗ്രൗണ്ട് വരുന്നുണ്ട്. അതെ, അടുത്ത ചെറിയൊരു കുളതാ അവിടെ, രണ്ടാമത്തെ കുളതാ. 2 കുളം മേലുണ്ട്. വലിയൊരു ഗ്രൗണ്ട് അതാ. ഇവിടെ അല്ലാണ്ട് ഉള്ളിലേക്ക് എൻട്രി ഒന്നും ഇല്ല തോന്നുന്നില്ലേ? ഇല്ല, സ്റ്റാഫുകൾക്കും കുട്ടികൾക്കും തന്നെയുള്ള എൻട്രി ഉള്ളൂ ഇതിനുള്ളിലേക്ക്. അപ്പോൾ നമ്മുടെ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടൊക്കെ വേണം കയറാൻ, ഉള്ളിലേക്ക് കയറുന്നവരൊക്കെ. കക്കാടംപൊയിലേക്കുള്ള റോഡിലേക്ക് കയറിയില്ലേ? റോഡൊക്കെ അടിപൊളിയാക്കില്ലേ? എന്തായാലും റോഡ് നോക്ക്, നല്ല അടിപൊളി റോഡാട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ മേലുണ്ട് നമുക്ക് കക്കാടംപൊയിലേക്ക്. നമുക്ക് എന്താ വെച്ചിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ജംഗ്ഷൻ ഏതായിരുന്നു? കൂമ്പാറ അല്ലേ? കൂമ്പാറൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്ഥലം അങ്ങോട്ട് മാറി. നല്ല ക്ലൈമറ്റ് ഒക്കെ ആയി അടിപൊളി കേട്ടോ. ഇനിയിപ്പോ ഒരു മഴയും കൂടെ പൊടിഞ്ഞാല് പിന്നെ അത് മതി, വേറെ ഒന്നും വേണ്ട. കോടൊക്കെ കിട്ടുന്ന പ്രതീക്ഷിക്കാം. 2 ദിവസം നല്ല മഴയാണ് കൊണ്ടുപോയി. ഇപ്പൊ മോള് എന്താ അവസ്ഥ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. കയറ്റി വിടുവൊന്നുമില്ല അല്ലേ? ഇതിന് മുന്നേ ഒരു മണ്ണിടിച്ചിലൊക്കെ കാണുന്നുണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. ചുരം ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുക കേട്ടോ കക്കാടംപൊയിലേക്ക്. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടാ കേട്ടോ ആദ്യം പോകുന്നത്. വ്യൂ കണ്ടില്ലേ, മൊത്തം കോടയിൽ മൂടി കിടക്കുക കേട്ടോ. 2 ഉണ്ട്. കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉണ്ട്. അങ്ങോട്ട് പോയില്ലെങ്കിൽ കുരിശുമല വ്യൂ പോയിന്റ് കേട്ടോ. നമുക്ക് ആദ്യം കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിനോട് പോയി നോക്കാം. മഴ, നല്ല ചാറ്റൽ മഴയും കോടയും ഒക്കെ ആയിട്ട് ആംബിയൻസ് ഇട്ടാ മാറുന്നുണ്ട്. നമ്മള് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്ന വഴിയിലൂടെ പാർക്ക് ഉണ്ടോ, സ്കൈവേ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പാർക്കാം അല്ലേ? ഒരു ആനൊക്കെ അവിടെ നിൽക്കുന്ന. മഴ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തില്ലല്ലോ, നമുക്ക് നോക്കാം. ശരിക്കും കക്കാടംപൊയിലൊക്കെ വരാൻ പറ്റിയ കറക്റ്റ് ടൈമാണ്. പക്ഷെ ശ്രദ്ധിക്കണം, ഈ മഴയ്ക്ക് ആയത് കൊണ്ട് ഈ റോഡും കാര്യങ്ങളൊക്കെ എപ്പോ വേണമെങ്കിൽ ഇടിയ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ. ഇന്ന് പിന്നെ റെഡ് അലേർട്ട് ഇല്ല, യെല്ലോ അലേർട്ട് ആണ്. ഇതുണ്ടോ, ലൈവാണ് കേട്ടോ. ഇപ്പൊ വീണ കല്ലാണിത്. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ക്ലോസിലാണ് കേട്ടോ, മഴയാനെ കൊണ്ട്. അപ്പൊ നമ്മളിനി നേരെ കുരിശുമലയിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. മേലെ വരെ വണ്ടി പോകില്ല, പോകാൻ പറ്റുന്ന അത്ര പോയിട്ട് നമ്മൾ അവിടെ വണ്ടി വെച്ച് ബാക്കി നടക്കണം. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ താഴെ കണ്ടില്ലേ വെള്ളത്തിന്റെ ഫോഴ്സ്, എമ്മാതിരി ഫോഴ്സ് വരെ വെള്ളം പോകുന്നത്. എന്തായാലും മേലോട്ട് കയറി വെക്കാം. അപ്പോൾ ഇതാ കുരിശുമല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ 3 നാളും കോട എടുത്തില്ല. നല്ല മഴ വരാൻ സാധ്യതയുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കോട്ട് വാങ്ങാൻ വെച്ചാണ്. ഗൂഗിൾ പേ ഇല്ല അവിടെ, ഗൂഗിൾ പേ ഇല്ല. അവിടെ അങ്ങനെ നടന്ന് കയറുകയാണ്. അറിയാലോ, അത്യാവശ്യം കക്കാടംപൊയിൽ കയറ്റം
അത്യാവശ്യം നല്ലോണം കയറാണ്ട്. നമുക്ക് ജീപ്പുണ്ട് കേട്ടോ. ജീപ്പിനാണെങ്കിൽ 800 രൂപയാണ് ചാർജ് വരുന്നത്. 1 മണിക്കൂർ വെയിറ്റിംഗ് ചാർജ് ഇറങ്ങും വരുന്നത്. നമുക്ക് എന്തായാലും ഇങ്ങനെ നടന്ന് കയറാം. കുറച്ച് മേലോട്ടേക്ക് നല്ല റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് റോഡിൻ്റെ അവസ്ഥ. നമ്മളെ കാറൊന്നും കയറിയൊന്നുമില്ലേ? നോക്കില്ലേ അതെ റോഡ് നോക്ക്. എന്താല്ലേ റോഡ്, ഓഫ് റോഡ്. ഇതാണ് ഓഫ് റോഡ്. പക്ഷെ ഇതിലായിരിക്കും പോയിണ്ടാവുക. അത് ആദ്യത്തെ റോഡായിരിക്കും. അപ്പോൾ റോഡ് പോയാൽ പിന്നെ ഇതൊക്കെ തേയിലല്ലേ? ഇത് തേയില ഇതാണോ? ഏലാണോ അത്? ഏലം. ഇതൊക്കെ ഏലാട്ടോ. ഏലക്കായ, ചെറിയ ഏലക്കായ. ഏലത്തിന് വെള്ള പൂവാ ഏലത്തിന് കൂടെ ഉണ്ടാവുക. ഇവിടേക്ക് ഇങ്ങനെ ഉണ്ടായി വരുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ കണ്ടില്ല. ഇതൊക്കെ ഏലാണ്. നല്ല കോട കേട്ടോ. അല്ല ഇതിപ്പോൾ മേലോട്ട് കാര്യം പോണ്ട് നമുക്ക് മുകളിലേക്ക് കയറി കയറാം. നേരെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാം. ഫുള്ള് കോട. ഏതല്ലേ വൈബ്. എന്നാലും നേരെ നമുക്ക് മുകളിലേക്ക് കയറാം. നല്ല കാറ്റാട്ടോ മരെ. ഇത് കോട ഇങ്ങനെ നല്ല കാറ്റാട്ടോ. ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ ചെറിയൊരു കാറ്റുണ്ട്. അത് കയറിയതിനു ശേഷം നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. ശരിക്കും പോകേണ്ടത് അതിന്റെ മുകളിലേക്കാണ്. പക്ഷെ ഇവർക്ക് രണ്ടാക്കും നടക്കാൻ വയ്യ. നോക്കാം അതിന്റെ മുകളിലേക്ക്. നമുക്ക് അവിടെ കുറേ ഏരിയ കേട്ടോ. എന്തായാലും ഇങ്ങനെ നടക്കാൻ അറിയാം. നല്ല കാര്യമാണ്. പറയുന്ന ഓഡിയോ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, കാരണം കാറ്റടിച്ചിട്ടേ. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ നടന്നു നോക്കാം. പോകുന്ന വഴിയൊക്കെ ഇതാണ് അവസ്ഥ കേട്ടോ. ഫുൾ ദുർഘടം പിടിച്ച വഴികളാണ്. എന്തൊരു തണുപ്പാണ് മോനെ. തണുത്തിട്ട് വയ്യ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പോ കുരിശുമല കയറി അധികം മല ഞങ്ങൾ പോയില്ല. അപ്പൊ ഇനി നമ്മൾ മെയിൻ മറ്റേ ഹൈറ്റിൽ കയറാൻ പോലെ വലിയ മല അവിടെ. അങ്ങോട്ട് ഒന്നും കാണില്ല. അപ്പൊ നമുക്ക് എന്തായാലും അത് കയറി മേലോട്ട് പോയി നോക്കാം. ഒന്ന് പൊളിക്കും. ഇതിലേ ഒരു ഷോർട്ട് വഴി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലെയാണ് നമ്മൾ മേലോട്ട് കയറാൻ വേണ്ടി പോകുന്നത്. അവിടെ മുകളിൽ ഫുള്ള് കോടയിൽ മൂടി കിടക്കുകയാണ്. എന്തായാലും മേലോട്ട് പോയി നോക്കാം. മേലെ പോയാലും നമുക്കൊന്നും കാണാൻ കയറുണ്ടാവില്ല. എന്നാലും നമുക്ക് രസമാട്ടോ ഇങ്ങനെ കയറി പോകുന്നത്. ഈ തണുപ്പും മഴയും കോടയൊക്കെ ആയിട്ട്. ഞങ്ങൾ ആദ്യം കയറിയ കുരിശുമല കേട്ടോ അത്. ഇനി നമ്മൾ നേരെ കയറാൻ പോകുന്നത് അതിൻ്റെ മുകളിലേക്കാട്ടോ. അത്യാവശ്യം തോനെ കയറാൻ കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വഴീൻ്റെ അവസ്ഥ. വെള്ളം വീണ് ഫുള്ള് ഇങ്ങനെ ആയിട്ടോ. വിചാരിക്കുന്ന മാതിരി കേട്ടോ. ഒരുപാട് കയറാണ്ട്. എന്തായാലും മേലെ കയറി നോക്കാം. എന്തായാലും കയറാം. കേറുന്നില്ലേ? നല്ല മഴയും കോട് കേട്ടോ മുകളിലേക്ക്. ഇതേ നോക്ക് ചവിട്ടി നോക്കി ചവിട്ടി കേട്ടോ. പല്ല് പോവാത്ത ഇവന് തേയിലേക്ക് അത് കയറുന്നേ. ഓ തേടി പോയി. അടുത്ത മഴ ചെയ്തല്ലോ. കോട മഴ എന്ന് പറയില്ല. എന്തായാലും നോക്കി നിൽക്കുന്നത് കോട്ടില്ലല്ലോ. വേറെ കോട്ട അതിൽ കോട്ട. ഒരിഞ്ഞ മഴ. മഴ കൂടി ഏറ്റവും ടോപ്പിലേക്കാട്ടോ പോകാൻ പോകുന്നത്. മേളെത്തില്ലേ? അല്ല ഇനി മോളെ പോകണ്ട. വീഡിയോന്റെ ക്ലാരിറ്റി ഒന്നും നോക്കണ്ട ഉണ്ടാവും കേട്ടോ. കാരണം വെള്ളമായിട്ടേ. മുള്ള കയറില്ല എന്നാലും ഒന്നും കാണില്ല.
ഇങ്ങോട്ടേക്ക് കയറാൻ ഭയങ്കര എളുപ്പല്ലേ? കേറാൻ ഭയങ്കര എളുപ്പം, ഇറങ്ങാനാണ് കുറച്ച് പാട്. ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. മോളുടെ വൈബ് കണ്ടു കഴിഞ്ഞാൽ ഇമ്പള് ഒരു നഷ്ടമില്ല, ഒരു രക്ഷയില്ല. ആരോ അവിടെ ഉരുളാ വേറെ താഴെ. എന്തായാലും പകുതി എത്തി നമ്മള്. പകുതി ഇനി നമുക്ക് തോന്നുന്നു താഴോട്ട് ഇറങ്ങാണ്ട്. ഒരു അയിലാണുള്ളത്. വീഡിയോ വീഡിയോ നിർത്താം എന്തായാലും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണാം. അതൊരു ബൈ.